പണിയെ കാണിച്ചാൽ എന്തിനാ അമ്മ ഗുളിക കഴിച്ചാൽ? അമ്മ അതൊരു ഹെവി ഡോസ് ഗുളികയല്ലേ? അസുഖമില്ലാത്തവരത് കഴിച്ചാൽ എന്ത് സംഭവിക്കാന്നറിയില്ലേ? ആ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ അമ്മ വേറെ വഴിയൊന്നും കണ്ടില്ല. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവനെ അപകടപ്പെടുത്താൻ വേണ്ടി നീ ചെയ്തതാണെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കും. ഇതിപ്പോൾ അവൻ ആ സംശയമൊന്നുമില്ലല്ലോ. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ. നമുക്കൊന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു നോക്കിയാലോ, അറിയാതെ എടുത്ത് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. അമ്മ ഇതിങ്ങനെ സിമ്പിളായിട്ടൊന്നും കാണരുത്. ഞാൻ സിമ്പിളായിട്ടൊന്നും കാണുന്നില്ല. ഏകദേശം എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലാണ്. മുൻപ് അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നീ അത് തടഞ്ഞു. അതിൻ്റെ കാരണം അന്നെനിക്ക് മനസ്സിലായില്ല. ഇപ്പം കൃത്യമായി. എൻ്റെ മകനുള്ള സ്ഥലത്ത് നല്ലവരായ ഒരാളെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. അച്ഛൻ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു മോളെ. പറഞ്ഞു നിൽക്കാൻ എനിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ നിന്നോടും ചോദിക്കും, എന്താ പറയാൻ പോകുന്നത്? വിവാഹം കഴിയുന്നതിന് മുൻപ് ഞാനൊരു വാക്ക് പോലും അച്ഛനോട് കള്ളം പറഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് സത്യവും പറഞ്ഞിട്ടില്ല. നിനക്ക് സുഖാണോ മോളേന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞു തുടങ്ങുന്നതാ. എന്നെ ജീവന് നല്ല സ്നേഹമാണ്, എന്നെ പൊന്നു പോലെ നോക്കാറുണ്ട്, ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ നുണകളുടെ ഒരു കൊട്ടാരം തന്നെ കെട്ടിപ്പൊക്കും. ഇപ്പൊ ചോദിച്ചാലും എന്തെങ്കിലും ഒരു നുണയും നാവിൽ വരും. പക്ഷേ അച്ഛൻ്റെ ചോദ്യങ്ങൾ എത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അമ്മ ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഇനിയിപ്പോ ജീവനെക്കുറിച്ചായാലും വേറെ എന്തിനായാലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ കാണിച്ചു പോരുത്, കേട്ടല്ലോ? എനിക്കിവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരാശ്വാസത്തിന്. അതുകൊണ്ടാ. ഒരു വാക്കും പാലിക്കാൻ എനിക്കാവുന്നില്ലല്ലോ മോളെ. ഒരു മനസ്സുഖം തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എനിക്ക് നല്ല വിഷമമുണ്ട് കുട്ടി. പക്ഷെ വേണ്ട, നമ്മൾ തമ്മിൽ സങ്കടങ്ങളൊന്നും പറഞ്ഞാൽ കൊള്ളില്ല. അവസാനം നമ്മൾ രണ്ടാളും കരയും. വിട്ടേക്കമ്മേ. ഇനിയിപ്പോ കാര്യങ്ങളൊന്നും വിചാരിച്ചിടത്ത് നിൽക്കില്ല. അപ്പൊ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാനല്ലേ പറയാൻ പറ്റൂ. ഒരുപാട് സ്നേഹിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു കള്ളം പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. നമ്മളുടെ രണ്ടാളുടെയും കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നിന്നോട് ഞാനെന്നും ചോദിക്കാറുണ്ട്. ജീവന്റെ പെരുമാറ്റത്തെക്കുറിച്ച് തിരക്കാറുമുണ്ട്. നുണയാ നീ പറഞ്ഞോക്കെ അല്ലേ? അച്ഛാ,
നീ വലിയ തെറ്റുകാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ളതൊക്കെ മറച്ചു വെക്കാനൊരു കാരണമുണ്ടല്ലോ. എൻ്റെ ഈ നശിച്ച അസുഖം. ജീവൻ ഇന്ന് എന്നോട് പെരുമാറിയ രീതി അതാദ്യമായിട്ട് സംഭവിച്ചതല്ല. എൻ്റെ കണക്കൂട്ടല് ആദ്യം മുതൽ ജീവൻ ഇങ്ങനെ തന്നെയാ, അല്ലേ? ഇവിടെ എല്ലാ കാര്യങ്ങളും ഭദ്രമാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നീ? ചെറിയച്ഛനെ തള്ളിപ്പറഞ്ഞു, ശ്രുതിയെ സുതിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇല്ല മോളെ? അച്ഛാ, നമ്മുടെ വീടിൻ്റെ അറിയത്തിരുന്ന് ചിന്തിക്കുമ്പോൾ ഈ വീടും ഇവിടുത്തെ സൗകര്യങ്ങളും കൊട്ടാരത്തിലെ സമാ. അതിൻ്റെ നടുവിലാണ് നീ കഴിയുന്നതും. പക്ഷേ ഈ അസൗകര്യങ്ങൾ നിനക്കൊരു ബാധ്യതയാണെങ്കിൽ നിന്നെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ താമസിക്കുന്നത് ഒരു നാട്ടുമ്പുറത്താ. കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടി വീട്ടിൽ വന്നു നിന്ന ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ പറയാതെ തന്നെ നാട്ടുകാർ സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് നാണക്കെട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ പ്രശ്നം നിന്റെ ആയുസാ മോളെ. ഈ നിലയ്ക്ക് മുമ്പോട്ട് പോയെങ്കിൽ നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് അച്ഛന് പേടിയിട്ട്. അച്ഛാ, ഇവിടുത്തെ അച്ഛനും അമ്മയും വേണ്ട, അവർ നിന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്, അവർ നല്ലവരാണ്. ഇതൊക്കെ 1000 വട്ടം ഞാൻ കേട്ടതാ. അതെനിക്ക് പരിപൂർണ വിശ്വാസമാണ്. പക്ഷേ ജീവനാണ് നിന്റെ കൂടെ ജീവിക്കേണ്ടത്. ഞാൻ സുജാതയോടും രഘുവിനോടും സംസാരിക്കാം. മനുഷ്യരല്ലേ, ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. അത് തിരിച്ചറിയുന്ന അവസരത്തിൽ അത് തിരുത്തുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുക. ഈ കുടുംബമായിട്ടുള്ള നിന്റെ ബന്ധം, ജീവനുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം, അത് തിരുത്താനുള്ള സമയമായി. ഞാൻ പറയുന്നത് ഒരു വിവാഹമോചനത്തെക്കുറിച്ചാ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു നരകത്തിൽ എൻ്റെ മോള് വെന്ത് കിടക്കുന്ന കണ്ടിട്ട് എൻ്റെ മോളിപ്പോഴും രാജകൊട്ടാരത്തിലാണെന്ന നാട്ടുകാരോട് പറഞ്ഞു നടക്കണോ? നിനക്ക് സുഖമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എന്നെക്കൊണ്ടതിന് പറ്റില്ല. ഇനി ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. ഇല്ല. അച്ഛാ, മോനെ ഹരി, അതെ, കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടത്തണ്ടേ? വേണം. അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. ആ, ഇതേ കാര്യം രാവിലെ ഞാൻ വീണോട് സംസാരിച്ചായിരുന്നു. അവള് പറഞ്ഞ മറുപടിയൊന്നും അമ്മാവനെ ആവർത്തിക്കണ്ട. അതിൽ അമ്മാവന് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് മുഖം കാണുമ്പോൾ അറിയാം. ഒരു നല്ല മകളാകാൻ അവൾക്കൊരിക്കലും പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഒരു നല്ല അമ്മയായിട്ട് അവള് മാറുമെന്ന്. അതും വെറുതെയായി. കുഞ്ഞിനെ കുറിച്ച് പറയുന്ന ശാപവാക്കുകൾ കേട്ടാല് സഹിക്കലടാ. അവള് വഴിതെറ്റി നടന്നതിന്റെ അനന്തരഫലമായി കുഞ്ഞ്. പക്ഷേ അവളുടെ കുഞ്ഞിനോടുള്ള വെറുപ്പ് കണ്ട കുഞ്ഞ് വഴിതെറ്റി ജനിച്ച പോലെയാ. അതങ്ങനെ അമ്മാവ. സ്വന്തം തെറ്റുകളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറിച്ച് ഉച്ചത്തിൽ കുറ്റം പറയും. അത് മനുഷ്യരുടെ ശീലോ. അതിനെ ആ വഴിക്കങ്ങ് വിട്ടേക്ക.
ആ. തീരുമാനിച്ചിട്ടില്ല. നിന്നോടും കൂടെ ചോദിച്ചിട്ട്. എല്ലാരെയും വിളിക്കണം. നാട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളെയും ഹരിയേട്ടന്റെ പണിക്കാരെയും പിന്നെ ഹരിയേട്ടൻ സ്ഥിരം പോകുന്ന കൃഷി ഓഫീസും പഞ്ചായത്ത് ഓഫീസും ഒക്കെ അല്ലേ, അവിടുത്തെ ആളുകളെയും വിളിക്കണം. അങ്ങനെയാണോ നിന്റെ അഭിപ്രായം? അത് മാത്രം ആക്കണ്ട. ആളുകൾ വരുമ്പോ കുഞ്ഞിന് നമുക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം. വേണമെങ്കിൽ ആനപ്പുറത്ത് തന്നെ ഇരുത്തി പേര് വിടാം. അത് പിന്നെ വലിയ ചർച്ചയാവും. നാട്ടുകാർ പറഞ്ഞു നടക്കുകയും ചെയ്യും. പേരിടണമെങ്കിൽ ഹരി കുഞ്ഞിന് പേരിടുന്നത് പോലെ പേരിടണമെന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എഴുതി പിടിപ്പിച്ചതല്ലെങ്കിലും നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ഈ കുഞ്ഞ് ജനിച്ചയുടൻ എനിക്ക് ഡിവോഴ്സ് തരാന്നുള്ള എഗ്രിമെന്റ്. പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. ഇപ്പൊ ഇതാ കുഞ്ഞിന്റെ നൂല് കെട്ടും. നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? വീണ, പകരം എന്റെ മുന്നിൽ വെച്ച് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, ഉറക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇപ്പൊ ഇതാ നൂല് കെട്ടും രാജകീയമായിട്ട് തന്നെ നടത്തുന്നു. എന്താ ഇതിന്റെ ഉദ്ദേശം? എന്റെ മനസ്സ് മാറ്റാനല്ലേ? ഒന്നല്ല 1000 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്. ആ കുഞ്ഞിനെ എനിക്കിഷ്ടമല്ല. നിങ്ങൾ രണ്ടും ചത്താ പോലും എനിക്കതിലൊരു വേദന ഉണ്ടാവില്ല. വീണേ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്രയും ക്രൂരമായ വാക്കുകളൊന്നും നീ പറയണ്ട. അതും സ്വന്തം കുഞ്ഞിനെ പറ്റി. ഈ സെന്റിമെന്റൽ ബ്ലാക്ക്മെയിലിംഗ് ഒന്നും വേണ്ട. എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. അതിനുള്ള മാർഗം എന്താണെന്ന് നിങ്ങൾ ഉടനെ പറഞ്ഞേ പറ്റൂ. അച്ഛാ, ഡിവോഴ്സിനെ കുറിച്ച് അച്ഛൻ ആരോടും സംസാരിക്കരുത്. അങ്ങനൊരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് എന്തിനാ ഇവിടെ ഇങ്ങനെ അവൻ്റെ അടിമയായിട്ട് കിടക്കാനാ? സമ്മതിക്കില്ല ഞാൻ. ഇവിടുത്തെ അച്ഛൻ അമ്മ ജോലി, അവരെ കുറിച്ച് ഓർത്തു നോക്ക്. അവരെന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അച്ഛന് കൂടി ബോധ്യപ്പെട്ടതല്ലേ? ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ തമ്മിൽ ഇനി ഒന്നിച്ച് ജീവിക്കണ്ട. ഒന്നിച്ച് ജീവിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ എളുപ്പമാ. പക്ഷേ നിന്റെ കുഞ്ഞിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനൊരു ഭാവിയില്ലേ? അത് നല്ല രീതിയിൽ വളരണ്ടേ? അതിന് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവല്ലേ? ഞാൻ കൊടുത്തവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതല്ലേ? കൊണ്ടുപോയി വളർത്ത്. അതിന് എന്റെ ആവശ്യം എന്താ? എടി, ഒരു കുഞ്ഞിന് അമ്മ എത്ര പ്രധാനപ്പെട്ടതാണെന്നൊന്നും ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കുഞ്ഞിനൊന്നും നഷ്ടപ്പെടരുതെന്ന എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഡിവോഴ്സിനെ കുറിച്ചൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. ഇത് ചതിയാ. നിങ്ങളെന്നെ ചതിക്കാനാണ് തീരുമാനമെങ്കിലേ ഞാൻ നേരെ കോടതിയിലേക്ക് പോകും. എന്റെ കുഞ്ഞിന് നിങ്ങളുടെ കൂടെ വളരാൻ ഒരു അവകാശമില്ലെന്നും ഞാൻ ബോധ്യപ്പെടുത്തും. അവിടെ ഇത് സ്വന്തം കുഞ്ഞാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ടെസ്റ്റുകൾക്കും പോകേണ്ടി വരും. എല്ലാം കഴിയുമ്പോൾ കോടതി വിധി എഴുതും ആ കുഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. വീണേ, നാണം കിടും. കോടതി മുറിയിൽ മാത്രമല്ല, ഈ നാട്ടുകാരുടെ ഇടയിലും. അത് വേണ്ടെങ്കിൽ അഭിമാനത്തോടെ ഈ നാട്ടിൽ ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നീട്ടുന്ന ഡിവോഴ്സ് പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ടേ പറ്റൂ. ഡിവോഴ്സിന് നീ തയ്യാറായില്ലെങ്കിൽ നിന്റെ സുരക്ഷയുടെ കാര്യം പറഞ്ഞ് എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും.
നിനക്ക് വേണമെങ്കിൽ അവിടെ വന്ന് എന്നെ തള്ളി പറയാം. ഇത്രയും നാള് പറഞ്ഞ കള്ളത്തരത്തിന്റെ കൂടെ ഒന്നുകൂടി ആയിക്കോട്ടെ. അച്ഛ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. അച്ഛൻ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല ഒന്നും. എന്തെളുപ്പമല്ലാന്ന്? മകൻ ഇത്രയും കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ടും നിന്നോടൊന്ന് മറച്ചു വെച്ചെങ്കില് സുജാത തെറ്റുകാരി തന്നെയാ. രഘുവും തെറ്റുകാരനാ. അവരെന്ത് പറഞ്ഞാ നീ ന്യായീകരിക്കാൻ പോന്നെ? അത് പറ. അച്ഛ, അവര് പാവങ്ങളാ. ഞാനെന്താ ദുഷ്ടനോ? നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു പോയതാണോ ഞാൻ ചെയ്ത ദുഷ്ടതരം? എനിക്ക് ഈ കാര്യത്തിലും മറ്റൊരു തീരുമാനവും ഇല്ല. എല്ലാവരും ഇതറിയണം. ശിവാനന്ദനും മക്കളൊക്കെ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണം. അച്ഛ, അവരോടൊന്നും പറയണ്ട. വേറെ മാർഗമില്ല. മനസ്സിലെ സങ്കടങ്ങളൊക്കെ പതിയെ ഒതുക്കാൻ നോക്കിക്കോ. നീ ഇനി അധിക നാൾ ഇവിടെ ഉണ്ടാവില്ല. വീണ, നീ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവൂ. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളുടെ ഈ പ്രസംഗമൊക്കെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് മതി. എന്റെ അടുത്ത് ഇതൊന്നും ചെലവാവില്ല. വീണ, എടി, അതല്ല ഞാൻ പറയുന്നത്. എന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കരഞ്ഞിട്ടും തൊഴുതിട്ടും ഒന്നും ഒരു കാര്യമില്ല. സംയുക്തയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങണം. ഈ റിയൽ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നടക്കുമ്പോൾ പ്രായമായവര് അതിൽ കുറ്റം കണ്ടുപിടിക്കും. അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പുച്ഛമാണ്. അവിടെ നിങ്ങൾ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന ഭാഷ ഉപയോഗിക്കും. പക്ഷേ റിയൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഒന്നിച്ച് നടക്കുന്നവര് പരസ്പരം പ്രണയിക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് നടക്കാൻ തുടങ്ങുമ്പോഴോ മുതിർന്നവർ നിങ്ങളെ കുറ്റം പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനൊരു അനുഭവം ഉണ്ടാവുന്ന കാരണവർ പിന്നെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒന്നിനെ വിശ്വസിക്കൂ. നിങ്ങളുടെ ഭാഗത്തു നിന്നും അതാ സംഭവിച്ചത്. മനുവിന്റെ ഭാഗത്തു നിന്നും ജ്യോതിയോട് അത്തരമൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചു. വിഷ്ണു, മനുവും ജ്യോതി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ അവരുടെ ഫോട്ടോ എടുത്തു. അത് കണ്ടത് വിഷ്ണു മാത്രം. അയാളാണിപ്പോ ജ്യോതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആരായിരിക്കാനാ സാധ്യത? എനിക്കെങ്ങനെ അറിയാം? ഞാനപ്പോ തന്നെ അക്കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ. മനുവിനെ കൃത്യമായി അറിയുന്ന ഒരാൾ, ജ്യോതിയുടെ കണ്ടീഷൻസ് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ, അങ്ങനെ ഒരാളാണ് ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ അടക്കം നിന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും സംശയം. ചേച്ചി എന്താ ഈ പറയുന്നേ? എന്റെ ഫ്രണ്ട്സ് എന്നെ ചതിക്കുവോ? ഫ്രണ്ട്സ് ചതിച്ചതൊന്നും നീ ഇതുവരെ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത നീ വായിച്ചോ? അച്ഛനും അമ്മയും ബൈക്ക് എടുത്തു കൊടുത്തിട്ട് ആത്മാർത്ഥ സുഹൃത്തിനെ കാണിക്കാൻ പോയൊരു പയ്യൻ പിന്നെ തിരിച്ചു വന്നില്ല. പോലീസ് അന്വേഷണം നടന്നപ്പോ പയ്യൻ ഒരു കായലിൽ ചത്തുകിടക്കും. അന്വേഷണം മുറുകിയപ്പോ അസൂയ മൂത്ത് കൂട്ടുകാർ ചെയ്ത വേലയാന്ന്. അതിലെവിടെയാടാ ഫ്രണ്ട്ഷിപ്പ്?
കാശിന് വേണ്ടി ചതിക്കുന്നവരില്ലേ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചതിക്കുന്നവരില്ലേ, കാമുകിക്ക് വേണ്ടി ചതിക്കുന്നവരില്ലേ? അപ്പോ അതെന്നോട് പറയണ്ട. ഹലോ സാറാ, നിന്നെ വിളിക്കാറുള്ള ആ നമ്പറില്ലേ, അതിലേക്ക് ഇപ്പൊ നീ ഒന്ന് തിരിച്ചു വിളിക്ക്. എന്തിനാ? വിളിക്ക്, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ഇപ്പൊ തന്നെ വിളിക്ക്. ശരി.